Hi everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് ഓൾവേസ് ഐ ഡു ഇറ്റ്സ് എ വ്ളോഗ്. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഐ എം റിയലി സോറി. ഞാൻ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ആയിട്ട് എങ്ങനെയെങ്കിലും കുറേ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഫസ്റ്റ് എന്നൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയാൽ നമ്മളിപ്പം വൈകുന്നേരം അമ്പലത്തിലോട്ട് പോവാണ്. എൻ്റെ ബ്രദർ ഉള്ളപ്പോൾ മാത്രമാണല്ലോ നമുക്ക് അമ്പലത്തിൽ, അങ്ങനെയല്ല അവനുള്ളപ്പോൾ വാവും ഉണ്ട്. എന്തോ രക്തമുള്ള സിനിമ ഒന്നുമില്ല. സിനിമയ്ക്കല്ല, നമ്മൾ അമ്പലത്തിലാണ് പോകുന്നത്. ആര് പറഞ്ഞു? ഓക്കെ, അപ്പൊ നമ്മളെല്ലാരും അമ്പലത്തിൽ പോവാണ്. അമ്മ അപ്പുറത്തെ സാരിയെ കൊടുത്ത് റെഡി ആവുന്നു. മൈ ബ്രദർ അവൻ ഉറങ്ങുന്നു. നമ്മളൊക്കെ റെഡി ആയതിനു ശേഷം അവനെ വിളിച്ചെടുപ്പിക്കാം. തട്ടും പോ. അതിട്ടു. സൺസ്ക്രീൻ ഇടുന്നില്ല. ഇപ്പൊ വെയിലിപ്പോ കുറയും. നമ്മൾ 6 മണിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് മടിയാണ്. എന്തെങ്കിലും നമ്മൾ അമ്പലത്തിലോട്ടല്ലേ പോകുന്നത്. അതൊക്കെ മതി. അപ്പം കുറച്ച് ബ്ലഷ്, കുറച്ചധികം ബ്ലഷ് ഇടാം. ഐഷാഡോ. എനിക്കിവിടെ ഒരു അസിസ്റ്റന്റ് ഉള്ളത് കൊണ്ട് എല്ലാം ഭയങ്കര ഈസി ആയിട്ട് നടക്കും. കുറച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, കംസ് ടു ദ ഐബ്രോ. നേരത്തെ വെച്ച ആ സംഭവം കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പൂളി പോലെ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ചെറുതായിട്ടുള്ളത് എടുത്ത് കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ കൊടുക്കുക. വീഡിയോ എടുക്കണോണ്ടാണോ അപ്പോൾ എനിക്ക് ഐലൈനർ ശാപമുണ്ട്. ഞാൻ എത്ര വിങ് എഴുതിയിട്ടും ശരിയാവില്ല. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കുക. വീഴും നോക്കി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് തീർക്കാം. ഈ ലിപ് ലൈനർ എടുക്കാം. ഒരു കാണിച്ചു. അയ്യോ, എനിക്കിന്നൊന്നും ശരിയാവണില്ല. വീഡിയോ എടുക്കണോണ്ടാണ്. കൊള്ളാമോ? ഇത് ഭയങ്കര ലൈറ്റ് ഒരു ഷെയ്ഡാണ്. മിററിൽ ഞാൻ നോക്കിയിട്ട് നേരിട്ട് കാണുമ്പോൾ ഇത് ഓക്കെയാണ്, പക്ഷെ ക്യാമറയിൽ എന്തോ പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പൊടിക്ക് നമുക്ക് ഈ ഒരു ബ്രൗണും കൂടെ ആഡ് ചെയ്യാം അറ്റത്ത്. ഒരു ഇച്ചിരി പൗഡർ ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാം. ബ്രഷ് മാറിപ്പോയി. ഈ കമ്മൽ, പൊട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും കൂടെ വെക്കണം. ഈ കമ്മൽ ഞാൻ ചിലപ്പോൾ മാറ്റും, കാരണം അത് ഭയങ്കര വെയിറ്റാണ്. ഇട്ടിട്ട് ഫൈനൽ ലുക്കിൽ നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ പൊട്ടവിടെ ഞാൻ എടുത്തിട്ട് തരാം. കമ്മൽ പൊട്ടെടുത്തിട്ട് വരാം. ഓക്കെ, മേക്കപ്പ് കഴിഞ്ഞു. ഇനി മുടി എന്ത് ചെയ്യണം എന്നാണ് അടുത്ത ടാസ്ക്. മുടിയിൽ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് വരാം. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഞാൻ പോയി അമ്മേനെ കൂടെ നോക്കിയിട്ട് ഞങ്ങൾക്ക് 3 പേർ കൂടെ ഫോട്ടോസ് എടുക്കണം. അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അടുത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് ഞാനങ്ങനെ ഷൂട്ട് ചെയ്തില്ല. പിന്നെ അതിനിടയിൽ അമ്പലത്തിൽ പോയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അവളെൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫോണിൽ ചാർജിലായിരുന്നു. അപ്പോൾ ഇങ്ങ് വന്നു. ആൻഡ് അത് കഴിഞ്ഞത് നെക്സ്റ്റ് ഡേ ആണ്. ആക്ച്വലി ഇത് സ്കൂൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് പോലെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ മുതലേ ഭയങ്കര ഇങ്ങനെ ഉറക്കക്ഷീണമാണ്. ഇപ്പോഴും എൻ്റെ മുഖത്ത് ആ ഉറക്കക്ഷീണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മൂഡൊന്നും ശരിയല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് പാഴ്സൽ വന്നു. ലൈക്ക് ദാറ്റ്സ് മെയ്ഡ് മീ ലൈക്ക് ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ പാഴ്സലൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മൂഡ് അങ്ങ് മാറും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇരുന്ന് പൊളിച്ച് നോക്കുകയാണ്. എൻ്റെ ഡ്രസ്സിന് ഒന്നും ഇതാക്കരുത്, ബിക്കോസ് ഞാൻ വീട്ടിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. ബിക്കോസ്
അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ മൂഡ് ശരിയല്ലായിരുന്നു, ഇപ്പോഴും ശരിയല്ല സ്റ്റിൽ. എനിവേ അപ്പം എന്താണ് കുറച്ച് സാധനങ്ങൾ, അതായത് ഈ ബോഡി സൺസ്ക്രീൻ, ലിപ് ഗ്ലോസ്, ലിപ് ബാം, കോമ്പാക്റ്റ്, പിന്നെന്താണ് അങ്ങനത്തെ, പിന്നെ അമ്മയ്ക്ക് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് വാങ്ങിച്ചത് സെറ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ടുള്ള എല്ലാം ഇനിയുള്ള വീഡിയോസിൽ കാണാം. ഈ പ്രൊഡക്ട്സൊക്കെ ആയിരിക്കുമല്ലോ ഞാൻ യൂസ് ചെയ്യാം. അമ്മയുടെ സ്കിൻ കെയർ അമ്മയ്ക്ക് കൊടുക്കും, ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്യും. ഈ ഗ്രീൻ കളറിലുള്ളതെല്ലാം അമ്മയ്ക്ക് വാങ്ങിച്ചാണ്. സെയിം സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആൻഡ് സിറം ഫ്രം സെയിം റേഞ്ച്. ഫേസ് വാഷ് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ. അപ്പം ബാക്കിയാണ് വാങ്ങിച്ചത്. അത് ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ്. എനിക്കിതിൻ്റെ ഈ മോയ്സ്ചറൈസറിൻ്റെ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾറെഡി ഐ ഹാവ് ദാറ്റ് പിങ്ക് കളർ. ഇതിൻ്റെ തന്നെ പിങ്ക് സംതിങ് വരുന്ന എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പം ഞാൻ വേറൊരു മോയ്സ്ചറൈസറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതെൻ്റെ കുറേ സാധനങ്ങൾ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നതാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. അത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തിട്ട് മേടിച്ചതാണ് ഈ ഒരു മാഴ്സിൻ്റെ ക്യാൻഡിലീഷ്യസ് ലിപ് ഗ്ലോസ്. ഫൈനലി ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യൂസ് ചെയ്തിട്ട്. എനിക്കിതിൻ്റെ വേറെയും ഷെയ്ഡ് മേടിക്കണമെന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രി 2 മണിക്കാണ്. ഞാൻ 3 വീഡിയോ ഇന്നത്തെ ദിവസം എഡിറ്റ് ചെയ്തു ഒറ്റ സ്ട്രെച്ചിന്. അതിൻ്റേതായ എല്ലാ പ്രശ്നവും കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ബിക്കോസ് എനിക്ക് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുണ്ട്. നാളെ സ്കൂളില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. നാളെ എനിക്ക് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഭയങ്കര ആത്മാർത്ഥതയാണ്. ഇങ്ങനെ ചിലപ്പോഴേ എനിക്കിങ്ങനെ തോന്നുള്ളൂ. എൻ്റെ പഠിക്കാൻ പോലും ഞാൻ ഇത്ര ആത്മാർത്ഥത കാണിച്ചിട്ടില്ല. എനിവേ അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നും. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ദിസ്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ആ പ്രൊഡക്ട്സ് ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാ റിവ്യൂ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. ഞാൻ കാരണം ഓൾറെഡി ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ആയിപ്പോയി. സോ ഇപ്പോഴത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.